ഒരു വലിയ വെല്ലുവിളിയുടെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ നമ്മളെല്ലാവരും നിസ്സഹായരായി നോക്കി നിന്ന ഒരു കാലം. 2018 പ്രളയമായിരുന്നു. പകർച്ചവ്യാധി ഉണ്ടാകും എന്ന ആശങ്കയും ഭയവും നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മളെ ഒരുപാട് ആശങ്കപ്പെടുത്തി. രണ്ടാമത് നമ്മൾ ഏറ്റവും ഭയപ്പെട്ടതാണ് കോവിഡ്. ഏറ്റവും ഉറ്റവരും ഉടയവരും പോലും ഒരു നേരം ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത തരത്തിൽ നിരവധിയായ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞൊരു കാലം. ആ അവസ്ഥയൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരു അതിജീവനത്തിന്റെ കാലമായിരുന്നു അത്. ഈ കാലയോളം ഒരു അതിജീവനത്തിന്റെ കാലമായിരുന്നു. കാരണം ഇതിനെയൊക്കെ നേരിടാനുള്ള മനസ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളൊക്കെ വലിയ വികസിത രാജ്യങ്ങളെന്ന് പറയുന്നവർ പോലും ഈ പ്രതിസന്ധിയിൽ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അതിനെ നമ്മൾ ധൈര്യപൂർവ്വം അതിജീവിച്ചവരാണ് മലയാളികൾ. ഇപ്പൊ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ഒരു പ്രതിരോധമാണ് നിപ്പ. ആ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏതാണ്ട് ലോകത്താദ്യമായി 33%, ആഗോള നിരക്ക് 70-90% അത് ലോകത്ത് തന്നെ 33% കുറച്ചത് കേരള സംസ്ഥാനം. ഇപ്പൊ പ്രളയം, കോവിഡ്, നിപ്പ, ഇതിനെല്ലാം നേരിട്ട ഒരു ജനതയും ഒരു ഗവൺമെന്റുമാണ് കേരളത്തിൽ 10 വർഷമായിട്ട്. സാധാരണ ഒരു ഗവൺമെന്റും സാധാരണ ഒരു ജനതയല്ല നമ്മൾ. എല്ലാം അതിജീവിച്ചവരാണ് നമ്മൾ. അതുപോലെ തന്നെയാണ് അമീബിക് മസ്തിഷ്കം. അത് ജ്വരത്തിന് മരണനിരക്ക് ലോകത്തിൽ 97% കേരളം അത് 25% കുറച്ചു. ഈ കോവിഡ് കാലത്ത് നമ്മുടെ വാക്സിനേഷൻ സ്ട്രാറ്റജി, നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി പല സ്ഥലങ്ങളും ഏറ്റെടുത്തു എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ശരിയായി വിന്യസിച്ച 10 വർഷമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക് സർജറി, അതുപോലെ തന്നെ ചലനശേഷി നഷ്ടപ്പെട്ടവർക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച ജി ഗ്രേറ്റർ എന്ന പദ്ധതി ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാനമാണ്. ഞാനിതെല്ലാം പറയാൻ കാരണം ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല കേരളത്തിൽ മാറി. അടിസ്ഥാന സൗകര്യ വികസനം 10,000 കോടിയോളം രൂപ, 5,416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. 4 പുതിയ മെഡിക്കൽ കോളേജുകളും 21 നഴ്സിംഗ് കോളേജുകൾക്കും അനുമതി ലഭ്യമാണ്. മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത ജില്ലകൾ നമ്മുടെ സംസ്ഥാനത്തില്ല. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി. നമ്മുടെ SIT ആശുപത്രിയെ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഉയർത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് 300 കോടിയുടെ വികസന പ്രവർത്തനമാണ്. 300 കോടി കഴിഞ്ഞ ഒരു കാലയളവിൽ. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഒരു 100-150 OP ഉണ്ടായിരുന്ന ഒരു ജില്ലാ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു 10-50-100 OP ഉണ്ടായിരുന്ന ഒരു PHSC, അല്ലെങ്കിൽ ഒരു CHSC, ഇവിടൊക്കെ ഇന്ന് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇന്ന് OP വരുന്നത്. 10 വർഷം മുമ്പുണ്ടായിരുന്ന OP എത്ര, ഇന്നിപ്പോ എത്ര? സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോ
ആളുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റം വന്നു. റെഫർ ചെയ്യുന്ന കേസുകൾ മാത്രമല്ല, നേരിട്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന കേസുകളുടെ എണ്ണം കൂടി. അതിനെന്താ കാര്യം? സ്വകാര്യ ആശുപത്രികളിലെ വർദ്ധിച്ച ചികിത്സാ ചെലവ് നമ്മുടെ നാട്ടിലെ സാധാരണ ആൾക്ക് താങ്ങാൻ കഴിയില്ല. ഈ അടുത്ത സമയത്ത് ഞാനൊരു സ്വകാര്യ ആശുപത്രി, നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാള് ഒരു അസുഖമായിട്ട് ഇരുന്നു. 2 ദിവസം കഴിഞ്ഞ് വെന്റിലേറ്ററായി. 2 ദിവസം. 3-ാമത്തെ ദിവസം അവർ എന്നെ വിളിച്ചു പറഞ്ഞു, 3 ലക്ഷം രൂപയുടെ ബില്ല് വന്ന് ഞങ്ങളെ എങ്ങനെ ഇരുന്ന് രക്ഷപ്പെടുത്താം. ഞാൻ നേരിട്ട് അവിടെ ചെന്നു. അപ്പൊ പറഞ്ഞു, സാറേ ഓരോ ദിവസവും ഓരോ ലക്ഷം വീതം കൂടും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ മരിക്കുന്നതിന് എന്തെങ്കിലും പൈസ എല്ലാം കൊണ്ട് തരണം, അതിനുള്ള സംവിധാനം ഉണ്ടോ? അപ്പൊ അതിന് സംവിധാനം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇതങ്ങ് വെന്റിലേറ്റർ. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ വിളിച്ചു, നിങ്ങളൊന്ന് രക്ഷിക്കണം, 3 ലക്ഷം രൂപ ഇപ്പൊ തന്നെ ബില്ല് വന്നു, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായി തരണം. അവർ വെന്റിലേറ്റർ സഹിതമുള്ള ആംബുലൻസ് വിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. എല്ലാം കൂടി ഒരു 10,000 രൂപയുടെ ചികിത്സ കൊടുത്തു. ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഞാൻ ഈ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയെ പറ്റി പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പാവക്കടന്ന് 3 ലക്ഷം രൂപ അറുത്തങ്ങ് മേടിച്ചു. ഒരു 10,000 രൂപ കൊടുത്തപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരോഗ്യം അപ്പോൾ നല്ലപോലെ എൻട്രൻസ് എഴുതി. എനിക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം പറ്റി ചെറുതായിട്ടൊക്കെ അറിയാം. കാരണം എൻ്റെ മക്കളൊക്കെ ചെറുതായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് ചിലരൊക്കെ ധാരണ ഡോക്ടർമാരാകുന്നതേ ചുമ്മാ അങ്ങോട്ട് ഇരുന്നു ഒരു പൂ പറിക്കുന്ന പോലെ പറിച്ച് ഡോക്ടറായി. ചില നേഴ്സ് ഒരു പൂ പറിക്കുന്നവരാണ് നേഴ്സാണ്. അങ്ങനൊന്നും അല്ല. എൻ്റെ മക്കള് പഠിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായി. ഇതിനകത്ത് വിട്ടുപോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. എൻ്റെ മക്കൾക്ക് അവർക്ക് താല്പര്യമായിരുന്നു ഡോക്ടർമാരാകാൻ. അവർ 3 പേരും അങ്ങനെ പഠിച്ചു. എന്നോട് എന്നെ പറ്റി പറയാൻ വേണ്ടിയല്ല. പക്ഷെ വിട്ട് കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് നടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി വട്ടായിപ്പോ എന്ന് പറഞ്ഞാൽ 3 പേരും PG പഠിക്കുമ്പോൾ എൻ്റെ ഭാര്യയും ഞാനും രാത്രി പരസ്പരം പറയും, എൻ്റെ പൊന്ന് ഭാര്യയെ, നീ അവിടെ എങ്ങനെയും വല്ല നേഴ്സിംഗോ വല്ലതും പഠിപ്പിച്ച് എവിടെയും കെട്ടിച്ച് വിട്ടായിരുന്നു, അതുങ്ങൾ രക്ഷപ്പെട്ടു പോയനെ. വല്ല ഗൾഫുകാരനോ അമേരിക്കക്കാരനോ കൊണ്ട് കെട്ടിപ്പോയനെ, അവരും രക്ഷപ്പെട്ടനെ. 10 പൈസ നമുക്ക് കിട്ടിയേനെ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിക്കുക. ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഓരോ ദിവസവും ലോകത്ത് വരുന്ന മാറ്റങ്ങൾ ഡോക്ടർമാർ പഠിക്കണം. വേറെ ആരും അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. കാരണം വേറെ എന്ത് പഠിക്കാനാ? കെട്ടിടം പണിയുന്നവർ പണ്ട് പഠിച്ചത് എന്തെങ്കിലും മാറ്റക്കയറ്റം വരുത്തി കോൺക്രീറ്റിന്റെ അളവൊന്ന് കുറയ്ക്കുക കൂട്ടിയാൽ മതി, അല്ലെ കമ്പി കെട്ടുന്നതിന് അത്യാവശ്യം മാറ്റം വരുത്തിയാൽ മതി. അതല്ല, ഇത് ജീവനുള്ള ശരീരത്തിൽ പ്രയോഗിക്കുകയാണ്. ഇത് ജീവനുള്ള ശരീരത്തിൽ പ്രവർത്തിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം.